പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ നല്ല പിതാവേ, ഒരിക്കൽ കൂടെ ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു. കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞു, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഞങ്ങൾ പോയ യാത്രകളെല്ലാം ഞങ്ങളോട് കൂടെ ഇരുന്നു. മടങ്ങി വരുവോളും നിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതിനായിട്ട് സ്തോത്രം. വഴിയാത്രകളെല്ലാം ഞങ്ങളെ സൂക്ഷിച്ചല്ലോ. ഞങ്ങളുടെ എല്ലാ വഴിയിലും ഞങ്ങളെ കാക്കേണ്ടതിന് ഞങ്ങളുടെ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയതിനായിട്ട് സ്തോത്രം. കർത്താവേ, സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ, സുബോധത്തോടെ ഈ പ്രഭാതം കാണുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചതോർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. തിരുപാതാന്തികെ ഞങ്ങൾ അടുത്ത് വരുന്നു. പഠിക്കുന്ന വിഷയങ്ങൾ ഗ്രഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ജ്ഞാനത്തെ പകർന്നു തരണമേ. വഴിയാത്രയിലായിരിക്കുന്ന പ്രിയ സുമിയോർത്തും പ്രാർത്ഥിക്കുന്നു. കർത്താവുകളോട് കൂടെ ഇരിക്കും. തടസ്സങ്ങളെല്ലാം നീങ്ങി തക്ക സമയത്ത് അവൾക്ക് മടങ്ങി കടന്നു വരുവാൻ കർത്താവ് സഹായിക്കണമേ. നിൻ്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും അവിടത്തേക്ക് പ്രസാദകരമാകുവാൻ സഹായിക്കണമേ. സകല മഹത്വവും മാനവും സ്തുതിയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ, ആമേൻ. ഇതുവരെ നമ്മൾ പഠിച്ചത് അപ്പോക്രിഫ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തുവാ, അത് ഏതൊക്കെയാ, ആരാ അതിനെ അപ്പോക്രിഫ പുസ്തകങ്ങളെന്ന് പേര് വിളിച്ചത്, അപ്പോക്രിഫ പുസ്തകങ്ങളെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ ചിന്താഗതി. പിന്നെ നമ്മൾ പഠിച്ചത് അപ്പോക്രിഫ പുസ്തകങ്ങൾ ദൈവവിശ്വാസീയമാണെന്ന് വിശ്വസിക്കുന്നവരെ പറയുന്ന കാരണങ്ങൾ, ആ കാരണങ്ങളോടുള്ള നമ്മളുടെ മറുപടി. ഇത്രയുമാണ് നമ്മൾ ഇതുവരെ എന്ത് ചെയ്തത്, കണ്ടത്. ഇനി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ കാനൂനികമായി അംഗീകരിക്കാത്തതെന്ന്. അംഗീകരിക്കുന്നവർ പറയുന്ന വാദം നമ്മൾ കേട്ടു, അതിനുള്ള മറുപടി നമ്മൾ അവർക്ക് കൊടുത്തു. ഇനി നമുക്ക് പറയാനുള്ളത് ചില കാര്യങ്ങളുണ്ട്. നമ്മളിതിനെ അംഗീകരിക്കാത്തതിൻ്റെ ചില കാരണങ്ങൾ. ആദ്യത്തെ കാരണം, എബ്രായ കാനൂനിൽ അപ്പോക്രിഫ ഇല്ലെന്നുള്ളതാണ്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, യഹൂദന്മാർക്ക് കൊടുക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ യഹൂദന്മാർ അംഗീകരിച്ചിരിക്കുന്ന എബ്രായ ബൈബിളിൽ അപ്പോക്രിഫ പുസ്തകങ്ങൾ ഇല്ല. എബ്രായ കാനൂനിൽ അപ്പോക്രിഫ പുസ്തകങ്ങളെ നമ്മൾ കാണുന്നില്ല. കാരണം യഹൂദന്മാർക്കാണ് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്, കൊടുത്തിരിക്കുന്നത്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഇതോടെ വായിക്കുന്നത്, ആകയാൽ അവർക്ക് എന്ത് വിശേഷത, എല്ലാ വിധത്തിലുമുണ്ട്. എടുത്തേ ബൈബിളിലുള്ളവരൊക്കെ ഒന്ന് തുറന്നേ. യഹൂദന് എന്ത് വിശേഷത, പരിശോധനയാൽ എന്ത് പ്രയോജനം. സകല വിധത്തിലും യഹൂദന്മാർക്ക് വളരെ വിശേഷതയുണ്ട്. ഒന്നാമത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ദൈവം കൊടുത്തത് ആർക്കാ, യഹൂദന്മാർക്ക്. അപ്പോൾ ആ അരുളപ്പാട് ലഭിച്ച യഹൂദന്മാർ അപ്പോക്രിഫ പുസ്തകങ്ങളെ എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. അതാണ് നമ്മുടെ ആദ്യത്തെ ഇത്. 2, എബ്രായ പണ്ഡിതന്മാരും റബിമാരെന്ന് പറഞ്ഞാൽ എന്തോ, ന്യായപ്രമാണത്തെ പഠിപ്പിക്കുന്ന ആളുകളെയാണ് റബിമാരെന്ന് വിളിക്കുന്നത്. അവരും എന്ത് ചെയ്യുന്നില്ല, അപ്പോക്രിഫ പുസ്തകങ്ങളെ അംഗീകരിച്ചിട്ടില്ല. 3, യേശു ക്രിസ്തുവും പുതിയ നിയമ എഴുത്തുകാരും എന്ത് ചെയ്യുന്നില്ല, അപ്പോക്രിഫ പുസ്തകങ്ങളെ അംഗീകരിക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം പലയിടത്തായിട്ട് ആവർത്തിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞങ്ങ് പോവുക. അംഗീകരിക്കുന്നില്ല. 4, ആദിമ സഭാപിതാക്കന്മാരാരും തന്നെ അപ്പോക്രിഫ പുസ്തകങ്ങളെ ദൈവശ്വാസീയമായ തിരുവെഴുത്തായിട്ട് എന്ത് ചെയ്യുന്നിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല. 5, നവീകരണകർത്താക്കളായ മാർട്ടിൻ ലൂതർ, കാൽവിൻ, വിക്ലിഫ്, ഇവരൊക്കെ സഭാചരിത്രത്തിലെ അനിഷേധ്യമായ നേതാക്കളാണ്.
ഇവരാരും എന്ത് ചെയ്യുന്നില്ല? അപ്പോക്രിഫ പുസ്തകങ്ങൾ ദൈവവിശ്വാസീയമായി തിരുവെഴുത്തായിട്ട് അവരെന്ത് ചെയ്യുന്നില്ല? അവരും അംഗീകരിക്കുന്നില്ല. അടുത്തത്, ഈ അപ്പോക്രിഫ പുസ്തകങ്ങളൊന്നും തന്നെ ദൈവവിശ്വാസീയമാണെന്ന് സ്വയം അവകാശപ്പെടുന്നതും ഇല്ല. എന്നാൽ മറ്റ് പല പുസ്തകങ്ങളും നോക്കിക്കഴിഞ്ഞാൽ യഹോവയുടെ വായല്ലോ ചെയ്യുന്നത്, യഹോവായി പ്രകാരമല്ലോ ചെയ്യുന്നു, യഹോവയുടെ വചനം കേൾപ്പിൻ എന്നിങ്ങനെയുള്ള വാക്കുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ വായിൽ നിന്ന് വന്നത് ദൈവവിശ്വാസീയമാണെന്ന പുസ്തകം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവകാശപ്പെടുന്നുണ്ട്, സ്വയം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അപ്പോക്രിഫ പുസ്തകങ്ങൾ നോക്കിക്കുകയും അങ്ങനത്തെ ഒന്നും അപ്പോക്രിഫ പുസ്തകങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസീയതയാണ് അവർ അപ്പോക്രിഫ പുസ്തകങ്ങൾ സ്വയം എന്ത് ചെയ്യുന്നില്ല? അവകാശപ്പെടുന്നില്ല. ഏഴാമത്, അതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. വേദപുസ്തകത്തിലെ മറ്റ് പുസ്തകങ്ങളോട് യോജിക്കാത്ത തെറ്റായ ഉപദേശങ്ങളും പഠിപ്പിക്കലുകളും ഈ അപ്പോക്രിഫ പുസ്തകത്തിൽ കാണാനുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിലെ പല ആശയങ്ങളും എന്ത് ചെയ്യുന്നില്ല? ബൈബിളിലെ മറ്റ് പുസ്തകങ്ങളോട് യോജിക്കുന്നില്ലെന്ന് മാത്രമല്ല, അതിന് ഘടകവിരുദ്ധമായതാണ്. ഉദാഹരണം 1-2 നോക്കാം. 2 മക്കാബിയർ 12-ാം അധ്യായത്തിൻ്റെ 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. അപ്പോക്രിഫ പുസ്തകം ഇല്ലായിരിക്കും അല്ലേ? ഓക്കെ, 2 മക്കാബിയരുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കണം. വേദപുസ്തകത്തിൽ എങ്ങും അങ്ങനെ ഒരു ആശയം നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഈ അപ്പോക്രിഫ പുസ്തകത്തിൽ മാത്രമേ ഉള്ളത്. ആ ഒറ്റ ആശയം എടുത്തുകൊണ്ടാണ് കത്തോലിക്ക സഭയിലെ ചില ആചാരങ്ങൾ അവരെന്ത് ചെയ്യുന്നത്? സ്ഥാപിക്കുന്നത്. നോക്കാം അത് ഏതാണെന്ന് ആ വാക്യം. 2 മക്കാബിയർ 12-ാം അധ്യായത്തിൻ്റെ, അല്ലെങ്കിൽ മക്കാബിയരുടെ 2-ാം പുസ്തകം 12-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്. ഇല്ലയോ? വായിച്ചോളൂ. അയാൾ ഓരോരുത്തരിൽ നിന്ന് പിരിവെടുത്ത് 2000 ദ്രഹ്മ 2000 ദ്രഹ്മ വെള്ളി ദ്രഹ്മ എന്ന് പറയുന്നത് അവരുടെ പണമാണ്. ദ്രഹ്മ വെള്ളി ശേഖരിച്ച് പാപപരിഹാര ബലി നടത്താൻ ജെറുസലേമിലേക്ക് അയച്ചു. ഇതുവഴി പുനരുദ്ധാനം കണക്കിലെടുത്തുകൊണ്ട് ഉത്തമമായും ആദരണീയമായും പ്രവർത്തിച്ചു. കാരണം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഇയാൾ എന്ത് ചെയ്തിരിക്കുന്നു? ആളുകളുടെ കയ്യിൽ നിന്ന് 2000 ദ്രഹ്മ ശേഖരിച്ച് യെരുശലേമിൽ പോയി എന്ത് ചെയ്തു? മരിച്ചുപോയ ആത്മാക്കൾക്ക് നല്ലൊരു ഉയർപ്പ് ലഭിക്കേണ്ടതിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോയി. ആ ഒരു വാക്യം എടുത്തുകൊണ്ടാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും പരിപാടിയും എല്ലാം എന്ത് ചെയ്യുന്നത്? തിരുസഭയിൽ നടക്കുന്നത്. ഇന്നോട്ടൊരു കോമയാണ് കേട്ടോ. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എന്തു ചെയ്യും? ഗുണമുണ്ടാവും, നല്ലൊരു ഉയർപ്പ് അവർക്ക് ലഭിക്കും, നമ്മളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് ഈ ഒരു വാക്യത്തിന്മേലാണ് അവരെന്ത് ചെയ്യുന്നത്? സ്ഥാപിക്കുന്നത്. എന്നാൽ വേറെ പുസ്തകത്തിൽ ബാക്കി എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്ന ഒറ്റൊരു വാക്യം എന്താ പറയുക? അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കുമെന്നാണ്. യേശു കർത്താവ് ധനവാനവൻ പറഞ്ഞു, ഞങ്ങൾ ധനവാന്റെയും ലാസറിൻ്റെ ആ സംഭവത്തോടുള്ള ബന്ധം പറയുന്നു, ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ വലിയൊരു പിളർപ്പുണ്ട്. അവിടെ നിന്നാർക്കും ഇനി ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വരാനായിട്ട് സാധിക്കത്തില്ല. ഇവിടെ നിന്ന് അങ്ങോട്ടും പോകാനൊക്കത്തില്ല. മരിച്ച ശേഷം യാതൊരു കർമ്മങ്ങൾക്കോ പ്രാർത്ഥനകൾക്കോ ആ മരിച്ച ആത്മാവിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മോക്ഷപ്രാപ്തിക്ക് വേണ്ടി യാതൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ആ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പക്ഷേ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ്, അതിന് ഘടകവിരുദ്ധമാണ് അപ്പോക്രിഫ പുസ്തകത്തിലെ ഈ പ്രതിപാദ്യം. അപ്പോൾ ന്യായമായിട്ട് ഇത് അവർക്ക് അംഗീകരിച്ചേ പറ്റൂ. കാര്യം തന്നെ അവരുടെ പല കൃഷിയും നടക്കണമെങ്കിൽ ഇതുണ്ടെങ്കിലേ പറ്റൂ.
അപ്പോൾ വേദപുസ്തകത്തിലെ മറ്റ് ഉപദേശങ്ങളോട്, മറ്റ് പുസ്തകങ്ങളിലെ ഉപദേശങ്ങളോട് തികച്ചും വിരുദ്ധമായിരിക്കുന്ന ചില ഉപദേശങ്ങൾ നമുക്ക് അപ്പോക്രിഫ പുസ്തകത്തിൽ കാണാം. ഇനി വേറൊരെണ്ണം കൂടെ പറഞ്ഞുതരാം ഞാൻ. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം ഒന്ന് വായിച്ചു നോക്ക്. വായിച്ചോ. അതുപോലെ ദാനധർമ്മം പാപങ്ങൾക്ക് പരിഹാരമായി തീർന്നു. നീ എത്ര പാപം ചെയ്യുന്നോ അതനുസരിച്ച് എന്ത് ചെയ്തോ? ദാനധർമ്മം ചെയ്താൽ മതി. കത്തിക്കാളുന്ന ഒരു തീയെ വെള്ളം കെടുത്തുന്നത് പോലെ നീ ചെയ്യുന്ന ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും നിന്റെ പാപത്തിന് പരിഹാരമായി തീരും. അതുകൊണ്ടാണ് ചില സ്ഥലത്തെ പള്ളികളുടെ അല്ലെങ്കിൽ ദേവാലയങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ അവിടുത്തെ ഇങ്ങനൊരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്, ദാനം പാപത്തെ ശമിപ്പിക്കും എന്ന് പറഞ്ഞിട്ട്. ദാനധർമ്മങ്ങൾ എന്നിട്ടൊരു വഞ്ചിപ്പെട്ടി അവിടെ വെച്ചിട്ടുണ്ടാവും. ഇസ്ലാം ഉണ്ട്, ഇതിനകത്തുണ്ട്. എന്നിട്ട് ഒരു ദാനം ശാപത്തിൽ നിന്ന് വിടുവിക്കുന്നു, ദാനം പാപത്തിൽ. എന്നിട്ട് അവിടെ എന്തോ ഒരു കാണിക്കപ്പെട്ടി അവിടെ വെച്ച് കാണും. ആളുകൾ ഇടണമെങ്കിൽ ഇത് വായിച്ചാലേ ഇടാൻ പറ്റുള്ളൂ. വേറെ വേറെ എങ്ങും പറയുന്നില്ല. സംഗതി ശരിയാ, സൽപ്രവൃത്തിക്കായിട്ട് നമ്മൾ ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാസ്തവമാണ്. പക്ഷെ നമ്മുടെ സൽപ്രവൃത്തി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പാപത്തിൽ നിന്നോ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മോചനം ഉണ്ടാകത്തേയില്ല. അതിന് അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നൊന്നുമല്ലാതെ കർമ്മമാർഗമല്ല ക്രിസ്തീയ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഉപദേശവും അവർ പറയുന്ന അതും തെറ്റാ. അടുത്തത് പ്രഭാഷകന്റെ പുസ്തകം 33-ാം അധ്യായം 25 മുതൽ 28 വരെ വാക്യങ്ങൾ വായിച്ചേൻ. നിന്റെ അടിമയെ നീ ജോലിക്ക് നിയോഗിക്കുക, നിനക്ക് വിശ്രമം കിട്ടും. കാരണം അടിമ ജോലി ചെയ്ത് കൊടുത്തു. അയാളുടെ കൈകൾ അയാൾ ജോലി എടുക്കാതിരുന്നാൽ അയാൾ സ്വതന്ത്രനാകാൻ, കാരണം പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അയാൾ എന്ത് ചെയ്യുമ്പോൾ അതൊക്കെ രക്ഷപ്പെടാൻ നോക്കും. നുകവും ചാട്ടവാറും മൃഗത്തിന്റെ തല കുനിയിക്കുന്നത് പോലെ ദുർബുദ്ധിയായ ഭൃത്യന് അവനെ അടിച്ച് എന്ത് ചെയ്തോണം? ശരിയായിക്കോണം. അവന് വേണ്ടത് എന്തുവാ? മർദ്ദനവും ദണ്ഡനവും ബന്ധനവും. അവനെ ചെങ്ങലക്കിട്ട് അടിച്ച്. അപ്പം അടിമകളോട് ക്രൂരമായി പെരുമാറാനായിട്ടാണ് എന്തോ പഠിപ്പിക്കുന്നത്. എന്നാൽ വേദപുസ്തകം എന്താ പറയുന്നത്? യജമാനന്മാരെ, നിങ്ങൾക്ക് മീതെ ഒരു യജമാനനുണ്ടെന്നറിഞ്ഞ് നിന്റെ ദാസന്മാരോട് നീ സഹോദരൻ എന്ന പോലെ നീ എന്ത് ചെയ്യണം? പെരുമാറണം. ഇതാ ബൈബിളിൻ്റെ ഉപദേശം. വായിച്ചോ. അയാളെ ജോലിക്ക് നിയോഗിക്കുക. അയാൾ ജോലി ചെയ്യേണ്ടവനാണല്ലോ. അനുസരിക്കുന്നില്ലെങ്കിൽ അയാളുടെ ചെങ്ങലകളുടെ ഭാരം കൂട്ടാൻ, അങ്ങനെ കുറേയും കൂടെ കനമുള്ള ചെങ്ങല അദ്ദേഹത്തിന് ഇടാനായി. അപ്പോൾ അടിമകളോട് ക്രൂരമായിട്ട് പെരുമാറണമെന്നാ എന്ത് ചെയ്യുന്നത്? അപ്പോക്രിഫ പുസ്തകം പ്രഭാഷകൻ പഠിപ്പിക്കുന്നത്. വേദപുസ്തകം പഠിപ്പിക്കുന്നതോ നിനക്ക് മീതെ മറ്റൊരു യജമാനനുണ്ടെന്നറിഞ്ഞ് അവനെ നിന്റെ സഹോദരനെ പോലെ പെരുമാറണം. ദാസന്മാരോട് പറയുന്നു, നിങ്ങൾ കർത്താവിന് സേവ ചെയ്യുന്നത് പോലെ വേണം നിങ്ങളുടെ യജമാനന്മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്? ശുശ്രൂഷിക്കാനും സേവ ചെയ്യാനും. സങ്കീർത്തനങ്ങളിൽ അത് നമ്മൾ പഠിച്ചല്ലോ. അല്ല, ഇത് പ്രഭാഷകൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ വചനങ്ങളാ, മറ്റേതല്ല. സദൃശവാക്യം മുഴുവൻ നോക്കിക്കോ, ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് കാണത്തില്ല. ഇതിനോട് അടുത്ത് നിൽക്കുന്നത് സദൃശവാക്യങ്ങളാണല്ലോ, പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് കാണത്തില്ല. അല്ലല്ല, യുദ്ധങ്ങൾ അതെന്ന് പറഞ്ഞാൽ അത് ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം സൈന്യത്തിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അവന്
കൊല്ലാനോ ബോംബിടാനോ അനുവാദമുണ്ട്. തീർച്ചയായിട്ടും അവൻ്റെ അവനെ അതിനായിട്ട് നിയോഗിച്ചിരിക്കുന്ന ഈ വാർ എത്തിക്സ് എന്ന് പറഞ്ഞാൽ യുദ്ധസമയത്തെ ധാർമ്മികത എന്ന് പറയുന്നതും നോർമൽ ലൈഫിലെ സാധാരണ ജീവിതത്തിലെ ധാർമ്മികത എന്ന് പറയുന്നതും രണ്ടും തികച്ചും വ്യത്യസ്തമായ എത്തിക്സ്. അവിടെ യുദ്ധത്തിൽ നമ്മൾ ശത്രുവിനെ ആക്രമിച്ച് അവൻ്റെ എന്ത് ചെയ്യുക, നമ്മൾ കീഴടക്കുക ചെയ്യുന്നത്. എന്നാൽ അതേ സമയത്ത് ഇവിടെ അടുത്ത് ഞാൻ അയൽവാസിയെ ആക്രമിച്ച് കീഴടക്കിയാലോ ഞാൻ പോയി കോടതിയിൽ നിന്ന് നടക്കേണ്ടി വരും. അത് രണ്ട് എത്തിക്സാണ്, രണ്ട് സാഹചര്യമാണ്. അതുകൊണ്ടാണല്ലോ ദാവീദ് ചെയ്തതെല്ലാം യഹോവയുടെ യുദ്ധങ്ങൾ എന്നാണ് പറയുന്നത്. എന്നിട്ട് അതേ ദൈവം പറയുന്നു, ദാവീദേ, നിന്റെ കൈകൾ രക്തം പുരണ്ടിരിക്കയാൽ നീ എനിക്ക് ആലയം എന്ത് ചെയ്യാൻ പാടില്ല, പണിയരുത്. ദൈവത്തിൻ്റെ യുദ്ധം അവൻ ചെയ്ത് മുഴുവൻ. അതുകൊണ്ട് അവൻ ചെന്നിടത്തൊക്കെ ദൈവം അവന് ജയം നൽകി കൊടുത്തു. പക്ഷെ ആ കൈകളെ കൊണ്ട് വെട്ടിപ്പിടിച്ച ആ കൈയെ കൊണ്ട്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ അടുത്തവൻ്റെ പറമ്പ് വെട്ടിപ്പിടിച്ചിട്ട് അവിടെ ആലയം വെച്ചാൽ ദൈവം എന്ത് ചെയ്യത്തില്ല, അതിനകത്ത് പ്രസാദിക്കത്തില്ല. അടുത്ത് നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ. സ്ത്രീകളോട് ഉള്ള കാഴ്ചപ്പാട് എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. സ്ത്രീയെ സൂചിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ, എ സോഴ്സ് ഓഫ് ദുഷ്ടതയുടെ പര്യായമായിട്ടാണ് സ്ത്രീയെ എന്ത് ചെയ്തിരിക്കുന്നത്. ചിലരൊക്കെ അങ്ങനെ ആണെങ്കിലും എല്ലാവരും അങ്ങനെ അല്ല കേട്ടോ. എങ്കിലും സഭ ഇവർക്ക് ഈ അപ്പോക്രിഫ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തുവാ, വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ പുറത്തു വരുന്നത് പോലെ സ്ത്രീയിൽ നിന്ന് ദുഷ്ടത പുറത്തു വരുന്നു. എന്നാൽ വേറെ പുസ്തകത്തിൽ അതിന് സമാനമായ വേറൊരു വാക്യമുണ്ട്. സ്ത്രീ കേട്ടോ, ഒരു സ്ത്രീ നന്മ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരു പുരുഷന്റെ ദുഷ്ടതയാണെന്നാണ് പറയുന്നത്. അപ്പൊ സ്ത്രീക്ക് അത്രയും ഹീനമായ ഒരു കാഴ്ചപ്പാടാണ് എന്ത് ചെയ്തിരിക്കുന്നത്. പക്ഷെ വേറെ പുസ്തകം അങ്ങനല്ല. വേറെ പുസ്തകം എന്ത് പഠിപ്പിക്കുന്നത്, അവൾക്ക് ബഹുമാനം കൊടുപ്പീൻ, അവൾ ജീവന്റെ കൂട്ടവകാശിയാണ്. അതാണ് വേറെ പുസ്തകം പഠിപ്പിക്കുന്നത്. വേറെ പുസ്തകം ഒരിക്കൽ പോലും സ്ത്രീകളെ എന്ത് ചെയ്തിട്ടില്ല, ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്നില്ല. തുല്യ പദവിയാണ് സ്ത്രീകൾക്ക് വേറെ പുസ്തകം എന്ത് ചെയ്തിരിക്കുന്നത്, കൊടുത്തിരിക്കുന്നത്. അടുത്ത് നോക്കാം, വിവാഹമോചനത്തെക്കുറിച്ച് എന്താ ഇവർ പഠിപ്പിക്കുന്നതെന്ന് നോക്കാം. പ്രഭാഷകന്റെ പുസ്തകം 25-ാം അധ്യായത്തിന് 26-ാം വാക്യം. സ്ത്രീ നിന്റെ, അതിന് തൊട്ട് മുമ്പിലത്തെ വാക്യം വായിക്കുക, എന്നാലേ അത് പിടികിട്ടുള്ളൂ. ദുഷ്ടയായ ഭാര്യയെ എന്തും പറയാൻ എന്ത് ചെയ്യരുത്, അനുവദിക്കരുത്. നിന്റെ പരിധിക്ക് നിൽക്കുന്നില്ല എങ്കിൽ അവളെ പറഞ്ഞേക്കുക, അവളെ ഉപേക്ഷിച്ചോളാൻ. ആ വാക്കിയെടുത്തിട്ടാണ് പലരും എന്ത് ചെയ്യുന്നത്, ഭാര്യ പറഞ്ഞേക്കുന്നത്. അവൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല. കാരണം വചനം പറയണ്ടല്ലോ എന്നാണ്. അപ്പോക്രിഫ പുസ്തകത്തിൽ എന്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പരിധിക്ക് നിൽക്കുന്നില്ലെങ്കിൽ അവളെ പറഞ്ഞേച്ചോളാൻ. എന്തുകൊണ്ട്, ദൈവവിശ്വാസിയുമായി തിരുവെഴുത്താന്ന് വിശ്വസിക്കുന്ന കത്തോലിക്കരുടെ തിരുസഭ വചനത്തിൽ പറയുന്നു. അപ്പം പിന്നെ എന്താ എനിക്ക് ചെയ്തുകൂടെ? പക്ഷെ വേറെ പുസ്തകം പറയുന്നത് എന്താ, ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, മലാക്കി പ്രവചനത്തിൽ കർത്താവ് പറഞ്ഞേക്കുന്നത്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഉപേക്ഷണം അനുവദിച്ചിട്ടുള്ളൂ. അതെപ്പോഴാ, പരസംഗം നിമിത്തം. പുതിയ നിമിത്തം വരുമ്പോൾ വേറൊരു കാര്യം പറയുന്നുണ്ട്. അവിശ്വാസിയായിരിക്കുന്ന ഒരു ഭർത്താവ് വിശ്വാസിയായ ഒരു ഭാര്യയെ ഉപേക്ഷിക്കുന്നെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ വിശ്വാസിയായിരിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യത്തില്ല, അവിശ്വാസിയെ ഉപേക്ഷിക്കാൻ പ്രമാണമില്ല. മറ്റോ പ്രമാണമില്ലാത്തവനാ. അടുത്തത് നമുക്ക് നോക്കാം.
ശലോമോൻ്റെ വിജ്ഞാനം 8-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ. അന്വേഷിച്ച് ഞാൻ അറിഞ്ഞു. ശലോമോൻ പറയാ, ശിശു എന്ന നിലയിൽ ഞാൻ അതീവ ധന്യനായിരുന്നു. നല്ലൊരു ആത്മാവ് എനിക്ക് ലഭിച്ചു. അല്ലെങ്കിൽ അവിടെ പറയുന്നത് ആത്മാവിൻ്റെ പൂർവാസ്തിത്വമാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ജനിക്കുന്നതിന് മുൻപേ എൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നു. ആ ആത്മാവിന് ജനിക്കാൻ വേണ്ടി തന്ന ഒരു ശരീരമാണ് എൻ്റെ ശരീരമെന്ന്. അത് ഏതാണ്ടൊരു ഹൈന്ദവ ചിന്താഗതിയോട് വരും. അത് ഏതാ പുനർജന്മത്തിൻ്റെ. അപ്പം നല്ലവനായിരിക്കുന്ന ഒരുവൻ്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? മരിച്ചു കഴിഞ്ഞാൽ വേറൊരു നല്ല ശരീരത്തിലേക്ക് വരുന്നു എന്ന ചിന്താഗതിയാണ് വരുന്നത്. പക്ഷേ വേറെ പുസ്തകം അത് നമ്മളെ എന്ത് ചെയ്യുന്നില്ല, പഠിപ്പിക്കുന്നില്ല. അടുത്തത് പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം. എല്ലാം തികഞ്ഞവരല്ല മനുഷ്യർ, മനുഷ്യപുത്രൻ അമർത്യനല്ലോ. ഇതൊരു സദൂക്യ ചിന്താഗതിയാണ്. അത് പിന്നാലെ ഞാൻ പഠിപ്പിക്കാം. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ വരും സദൂക്യ ചിന്താഗതി എന്തൊക്കെയാണെന്ന്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വേദപുസ്തകത്തിലെ മറ്റ് പുസ്തകങ്ങളോട് നിരക്കാത്ത ഒത്തിരി തെറ്റായ ഉപദേശങ്ങൾ അപ്പോക്രിഫ പുസ്തകത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് ഉത്തരം എഴുതുമ്പോൾ ഒരു 3-4 എങ്കിലും എന്ത് ചെയ്യണം? നിങ്ങളത് ഉദാഹരണം പറയണം ഏതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക്. ഓക്കെ. അടുത്തത് 8-ാമത്തത്, ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായ ധാരാളം തെറ്റുകൾ അപ്പോക്രിഫ പുസ്തകങ്ങളിലുണ്ട്. 7-ാമത്തത് എന്തുവായിരുന്നു? ഉപദേശ സംബന്ധമായതാ. 8-ാമത്തത് ഹിസ്റ്റോറിക്കൽ, ചരിത്രപരമായിട്ടുള്ളതും ഭൂമിശാസ്ത്രപരമായ തെറ്റുകൾ ഈ അപ്പോക്രിഫ പുസ്തകത്തിൽ പലയിടത്തും കാണാം. ദൈവാത്മപ്രേരിതമായിട്ട് എഴുതിയതാണെങ്കിൽ ഇതെങ്ങനെ അത് വരുന്നേ? ദൈവാത്മാവിന് തെറ്റു പറയോ? ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവാത്മാവിന് ഒരിക്കലും തെറ്റ് പറ്റുന്നില്ല. അങ്ങനൊരു തെറ്റുമില്ല വേറെ പുസ്തകത്തിൽ. അപ്പോൾ നോക്കാം, ഇതിനകത്ത് ചരിത്രപ്രദമായ തെറ്റുകൾ എന്തുവാന്ന് നോക്കാം. തോബിത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിച്ചേൻ. തോബിത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 15 വരെ. തോബിത്ത്, യൂദിത്ത്, ഞാനത് വായിപ്പിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അത് അങ്ങനെ തന്നെ അതിനകത്ത് ഉണ്ടെന്ന് അറിയാനും കൂടെ വേണ്ടിയാ. കാരണം വീട്ടിൽ പോയിട്ട് നിങ്ങളാരും അപ്പോക്രിഫ പുസ്തകം എടുത്ത് തോന്നുന്നു നോക്കുന്നില്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ടാ അല്ലേ, സമയമില്ല നമുക്ക്, അത് തന്നെ. അപ്പോൾ ഇപ്പോഴെങ്കിലും നമ്മൾ നോക്കിയില്ലെങ്കിൽ ഇതിനകത്ത് ഉണ്ടോയെന്ന് പോലും അറിയില്ല. അതെ, ഞാൻ തോബിത്ത്. ആ ആ ആ ആ ആ ആ ആ ഞാൻ പറ ശരി. ഇനി 14-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വായിച്ചു. അതെല്ലാം കൂടെ ചേർത്ത് വായിച്ചാലേ ഞാൻ ഈ പറയുന്ന ഇത് കിട്ടത്തുള്ളൂ. 14-ന്റെ 15. ആ ആ ആ ആ 14-ന്റെ 15 അത്? ഓക്കെ, അതെ. ഓക്കെ, അടുത്തത് ജൂദിത്ത് 1-ന്റെ 1. ജൂദിത്ത്
ആ ഒന്നാം അധ്യായം 1-ാം വാക്യം. നെബൂഖദ്നേസർ നിനവയിൽ ആ നിനവേ മഹാനഗരം അസ്ഫസറിയിൽ വാഴ്ച തുടങ്ങിയതിന്റെ 12-ാം വത്സരം. അപ്പോൾ അർഫസദ് എബ്സ്താദനിൽ മേദിയ ഭരിക്കുകയായിരുന്നു. അയാളാണ് എബ്സ്താദനിക്ക് ചുറ്റും കോട്ട നിർമ്മിച്ച രാജാവ്. 6 മുഴം നീളവും 3 മുഴം കനവുമുള്ള ചെത്തുകല്ലുകളാണ് അതിന് ഉപയോഗിച്ചത്. ഓക്കെ, അവിടെ പറയുന്നത് നെബൂഖദ്നേസറാണ് നിനവയ്ക്ക് ചുറ്റും അത് കെട്ടിയെന്നാ പറയുന്നത്. പക്ഷെ നെബൂഖദ്നേസർ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? നിനവയുടെ മേല് വാണിട്ടില്ല. അദ്ദേഹം ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ അധിപതിയായിരുന്നു. അസീരിയൻ ചക്രവർത്തി ആയിരുന്നില്ല ആര് തന്നെ? നെബൂഖദ്നേസർ ഒരിക്കലും അസീരിയൻ ചക്രവർത്തി ആയിരുന്നില്ല, ബാബിലോണ്യ ചക്രവർത്തിയായിരുന്നു. പക്ഷെ ഈ പറയുന്നത് അസീരിയൻ ചക്രവർത്തി ആയിരുന്ന പുള്ളി ചെയ്തു എന്നാണ് പറയുന്നത്. പോട്ടെ, നെബൂഖദ്നേസറും അഹശ്വേരോസും കൂടെ നിനവെ പിടിച്ചടക്കിയെന്ന് തോബിത്ത് 14:15 പറയുന്നു. വായിച്ചൻ. അഹശ്വേരോശ് ആ നിനവെ പിടിച്ചടക്കി ആ നശിപ്പിച്ചതായി മരിക്കും മുമ്പ് അയാൾ കേട്ടു. ആ അങ്ങനെ മരിക്കും മുമ്പ് അയാൾ നിനവയെ കുറിച്ച് ആ അവിടെ പറയുന്നത് നെബൂഖദ്നേസർ, ആ അധ്യായം മുഴുവൻ വായിച്ചാലേ അത് പിടിയിട്ടുള്ളൂ. നെബൂഖദ്നേസറും അഹശ്വേരോസും കൂടെയാണ് നിനവയെ പിടിച്ചെടുത്തതെന്ന്. ഇത് രണ്ടും 2 രാജ്യത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ അധിപതികളാണ്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഒത്തിരി ഹിസ്റ്റോറിക്കൽ എറേഴ്സ് ഉണ്ട്. ചരിത്രപരമായി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പലതും എന്താണെന്നറിയാമോ? തെറ്റാ. ദൈവാത്മപ്രേരിതമായ ഒന്നാണെങ്കിൽ ഒരിക്കലും അത് അങ്ങനെ വരാൻ യാതൊരു സാധ്യതയുമില്ല. 9-ാമത്തത്, ഇന്നും നിങ്ങളുടെ ഇല്ലയോ? അത് 16 വരെ നിങ്ങളുടെ ഉള്ളോ? ഇതിൻ്റെ കുറച്ച് കോപ്പി എടുക്കും. ഇത് നാളെ തരാം, ഞാൻ പറഞ്ഞ കേട്ടാൽ മതി. ഇന്നും പല റോമൻ കത്തോലിക്ക ദൈവശാസ്ത്രജ്ഞന്മാരും അപ്പോക്രിഫ പുസ്തകങ്ങൾ ദൈവശാസ്ത്രീയമായിട്ട് എന്ത് ചെയ്യുന്നില്ല? അംഗീകരിക്കുന്നില്ല. അവർ പോലും ആര്? കത്തോലിക്ക വേദപണ്ഡിതന്മാർ പോലും അപ്പോക്രിഫ പുസ്തകങ്ങളെ എന്ത് ചെയ്യുന്നില്ല? അവർ ദൈവവിശ്വാസ്യമായ തിരുവെഴുത്തായിട്ട് അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും അതിൽ നിന്ന് അവർ ഉദ്ധരിക്കുകയോ അതിൽ നിന്ന് അവർ പഠിപ്പിക്കുകയോ ചെയ്യത്തില്ല. അടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഈ അപ്പോക്രിഫ പുസ്തകങ്ങളിലൊന്നും പ്രവചനാത്മകമായിരിക്കുന്ന ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കാണാനൊക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ ഭാവിയെക്കുറിച്ചോ ദൈവത്തിൻ്റെ രക്ഷണയുടെ വേലയുടെ പൂർത്തീകരണം എങ്ങനെയായിരിക്കുമെന്നോ യാതൊരു പ്രവചന സൂക്തങ്ങളോ പ്രവചന ദൂതുകളോ ഈ അപ്പോക്രിഫ പുസ്തകങ്ങളിൽ ഇല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല കഥകളാണ്, വായിക്കാൻ കൊള്ളാവുന്ന കഥകൾ മാത്രം അതിനകത്തുണ്ട്. അതിൽ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ഏത് പുസ്തകത്തിനേ ഉള്ളൂ? ഏത് 2 പുസ്തകത്തേ ഉള്ളൂ? മക്കാബിയ പുസ്തകങ്ങൾക്കേ ഉള്ളൂ. ദാറ്റ് ഇസ് ദ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ്. അത് ഒരു ചരിത്രം, അതിനകത്ത് ചരിത്ര പ്രസക്തിയുള്ളൊരു പുസ്തകം എന്നുള്ളതിന് മക്കാബിയ പുസ്തകങ്ങൾക്ക് അല്പമെങ്കിലും വില കൊടുക്കാം. മറ്റേയൊക്കെ വെറും കഥയും അന്നത്തെ നിലവിലിരുന്ന പല നാടോടി കഥകളുടെ ഒരു സമാഹാരം എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അവസാനമായിട്ട് മശിഹായെക്കുറിച്ചുള്ള യാതൊരു പുതിയ അറിവും നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് എന്ത് ചെയ്യത്തില്ല? കിട്ടില്ല. അപ്പം അങ്ങനെ ഈ 11 കാരണങ്ങളാൽ നമുക്ക് അപ്പോക്രിഫ പുസ്തകങ്ങളെ അംഗീകരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഇതിൻ്റെ ഭാഗത്ത് പഠിച്ചത് എന്തൊക്കെയാണ്? അപ്പോക്രിഫ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തുവാ? അതിനെങ്ങനെയാണ് അവന് പേര് വന്നേ?
അതങ്ങനെ വിളിക്കാനുള്ള കാരണം എന്നാ? അത് അംഗീകരിക്കുന്നവർ പറയുന്ന കാരണങ്ങൾ എന്തൊക്കെയാ? അവരുടെ കാരണങ്ങളോടുള്ള നമ്മുടെ മറുപടി എന്തുവാ? ഇതുകൂടാതെ നമുക്ക് ഇത് അംഗീകരിക്കാൻ പറ്റാത്തതിൻ്റെ 11 കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ 11 കാരണങ്ങൾ ഒരിക്കൽ കൂടെ നമുക്ക് പറഞ്ഞു നോക്കാൻ പറ്റുന്ന ഒന്ന്, എബ്രായ കാനൂനിൽ അപ്പോക്രിഫ പുസ്തകങ്ങളില്ല. 2, എബ്രായ പണ്ഡിതന്മാരും റബിമാരും എന്ത് ചെയ്തിട്ടില്ല? ഇതിനെ അംഗീകരിച്ചിട്ടില്ല. 3, യേശു ക്രിസ്തുവും പുതിയ നിയമകർത്താക്കളും ഇത് അംഗീകരിക്കുന്നില്ല. 4, പൂർവ്വ സഭാപിതാക്കന്മാരാരും തന്നെ ഇതിനെ അംഗീകരിച്ചിട്ടില്ല. 5, നവീകരണകർത്താക്കളായിരിക്കുന്ന വിക്ലിഫ്, മാർട്ടിൻ ലൂതർ, കാൽവിൻ തുടങ്ങിയ നവീകരണകർത്താക്കളും ഈ പുസ്തകങ്ങളെ അംഗീകരിച്ചിട്ടില്ല. 6, ദൈവശാസ്ത്രീയമാണ് ഈ പുസ്തകങ്ങളെന്ന് അപ്പോക്രിഫ സ്വയം എന്ത് ചെയ്യുന്നില്ല? അവകാശപ്പെടുന്നില്ല. 7, വേദപുസ്തകത്തിലെ മറ്റ് പുസ്തകങ്ങളോട് യോജിക്കാത്ത ഉപദേശപരമായ അനേക തെറ്റുകൾ ഈ പുസ്തകത്തിലുണ്ട്. ഉദാഹരണം ഏതാ? മരിച്ചവരോടുള്ള പ്രാർത്ഥന, പിന്നെ അടിമകളോടുള്ള പ്രവർത്തനം, അതെ ദാനധർമ്മം ചെയ്യുന്നത് പാപപരിഹാരത്തിനാണ്, അങ്ങനെ ഉള്ള പലതുമുണ്ട്. 8, ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും അനേകം തെറ്റുകൾ ഇതിനകത്ത് ഉണ്ട്. 9, ആധുനിക റോമൻ കത്തോലിക്ക വേദപണ്ഡിതന്മാരും ഈ പുസ്തകങ്ങളെ എന്ത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ഗ്രൂപ്പിലെ തന്നെ ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നില്ല? ഇത് അംഗീകരിക്കുന്നില്ല. 10, ഇവയിൽ യാതൊരു പ്രാവചനികമായ യാതൊരു ശബ്ദവും നമുക്കിതിനകത്ത് കേൾക്കാൻ കഴിയത്തില്ല. 11, മശിഹായെക്കുറിച്ചുള്ള പുതിയ അറിവൊന്നും നമുക്ക് ഈ പുസ്തകം തരുന്നില്ല. അതോടുകൂടെ പഴയ നിയമ കാനൂനിനുള്ള സെക്ഷൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ന്യായമായിട്ട് ഇനിയിപ്പോൾ അടുത്ത് എന്താ പറയണ്ടേ? പുതിയ നിയമമാണ്. ഈ പുതിയ നിയമത്തിൽ ഇത്രയേ ഉള്ളൂ എന്ന് ആരാ പറഞ്ഞേ? പുതിയ നിയമത്തിൽ എത്രയുണ്ട്? എത്ര പുസ്തകമുണ്ട്? 21, 27. ഏതൊക്കെയാ? മത്തായി, മർക്കോസ്, ലൂക്കോസ്, ദാനിയേൽ, അപ്പോസ്തല പ്രവൃത്തി, റോമർ, 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ, ഗലാത്യർ, എഫേസ്യർ, ഫിലിപ്പിയർ, ഇപ്പൊ എത്ര ലേഖനങ്ങളുണ്ട് ഇതിനകത്ത്? അത് ഒരു ലേഖനം എഴുതി എത്ര പേരുണ്ട്? ഒരു ലേഖനം വെച്ച് എഴുതി എത്ര പേരുണ്ട്? യോഹന്നാൻ 3 എണ്ണം ഇല്ലയോ? തീത്തോസ് ലേഖനമൊന്നും എഴുതിയിട്ടില്ല. തീത്തോസിന് എഴുതിയ ലേഖനമാണ്. യാക്കോബിന്റെ ലേഖനമാണോ? ഫിലോമോൻ ലേഖനം എഴുതിയിട്ടുണ്ടോ? അതുപോലെ എഴുതുക. ഒറ്റ ലേഖനങ്ങൾ വെച്ച് എഴുതി എത്ര എണ്ണം ഉണ്ട്? യാക്കോബിന്റെ ലേഖനമാണോ? സുവിശേഷമല്ലേ അത്? അല്ലേ? പിന്നെ ഏതാന്ന് പറഞ്ഞേ? യൂദയുടെ ലേഖനമാണോ അത്? ഓക്കെ, യൂദ എഴുതിയ ലേഖനമുണ്ടല്ലേ? ഓക്കെ, ശരി. അപ്പൊ പുതിയ നിയമത്തിൽ, അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പുതിയ നിയമ പുസ്തകങ്ങളുടെ കാര്യത്തിൽ വലിയ തർക്കമൊന്നുമില്ല. എല്ലാവരും ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്? അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തർക്കം ഉണ്ടായിരുന്നത് 2-3 പുസ്തകങ്ങളെ ചൊല്ലിയ. അതിലൊന്ന് യാക്കോബിൻ്റെ ലേഖനമാണ്. കാരണം യാക്കോബിൻ്റെ ലേഖനം മറ്റുള്ളതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടാണ്. യാക്കോബിൻ്റെ ലേഖനത്തിന് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് ഇൻ ആക്ഷനാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണെന്നുള്ളതാണ് പുള്ളി സ്ഥാപിക്കുന്നത്. മറ്റ് ലേഖനങ്ങളിലൊന്നും അത്ര ശക്തമായിട്ട് അത് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. യാക്കോബ് അപ്പോസ്തലൻ കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്,
പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവ. നിന്റെ വിശ്വാസം നീ എന്ത് പ്രവൃത്തി കൂടെ കാണിക്കേ. അപ്പം ന്യായമായിട്ടൊരു ചോദ്യം വന്നു, വിശ്വാസത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് പറയുന്നത്, അപ്പം പിന്നെ ഇതെങ്ങനെ എന്നൊരു ചോദ്യം വന്നപ്പോൾ യാക്കോബിൻ്റെ ലേഖനത്തെ അംഗീകരിക്കാൻ ചെറിയ പ്രയാസം തോന്നി ചിലർക്ക്. കാരണം നമ്മൾ പ്രവർത്തിയാലല്ലോ നീതീകരിക്കപ്പെടുന്നത്. കാരണം നമ്മുടെ പ്രവൃത്തികളെല്ലാം എങ്ങനെ കറ പുരണ്ട തുണി പോലാന്നാ പറയുന്നത്. അപ്പൊ എന്തിനാ പ്രവൃത്തിക്ക് ഇത്രയും പ്രാമുഖ്യം കൊടുക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ഒരു ചോദ്യം വന്നു. അതുകൊണ്ട് ഇതൊരിക്കലും നമുക്ക് ഈ മറ്റു പുസ്തകങ്ങളുടെ കൂടെ ചേർക്കാൻ പറ്റത്തില്ല എന്നൊരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഇത്രയും ശക്തമായിട്ട് പറയുന്നില്ല. എന്താ പറയണു? എന്താ പറയണേ? ആ, അത് സുവിശേഷത്തിന്റെ പ്രഘോഷണമാണ് പറയുന്നത്. അത് പരിശുദ്ധാത്മ ശക്തിയെ കുറിച്ചാണ് പറയണത്. ആ, പ്രവൃത്തി എന്നുള്ളതല്ല. ഞങ്ങളുടെ വചനം കേവലം വാക്കുകൾ മാത്രമായിരുന്നില്ല, ദൈവശക്തിയുടെ പ്രദർശനത്തോട് എന്ന് പറഞ്ഞാൽ അത് അത്ഭുതങ്ങളെയും അടയാളങ്ങളെയാണ് അവിടെ സൂചിപ്പിച്ചേക്കുന്നത് മുഴുവനും. പക്ഷെ യാക്കോബ് പറയുന്നത് അതല്ല. യാക്കോബ് പറയുന്നത് നിന്റെ സഹോദരന് വിശക്കുന്നെങ്കിൽ നീ എന്ത് ചെയ്യവന് തിന്നാൻ കൊടുക്കണം. അവൻ തണുത്ത് വിറങ്ങലിച്ചായിരിക്കണമെന്ന് വെച്ചാൽ നീ അവന് പുതപ്പ് കൊടുക്കുക, അല്ലാണ്ട് നീ സ്വതന്ത്രം പറഞ്ഞിരിക്കാൻ പറയാനല്ല പറയേണ്ടത്. ഇതാ പറയുന്നേ യാക്കോബ്. അപ്പൊ ഇത്ര പ്രവൃത്തിക്ക് ഇത്രയും പ്രാധാന്യം കൊടുത്തത് കേട്ടപ്പോൾ പലർക്കും ഇതിനോട് യോജിക്കാൻ, പല ദൈവശാസ്ത്രങ്ങൾക്ക് യോജിക്കാൻ പറ്റിയില്ല. ദൈവദാസന്മാരല്ല, ദൈവശാസ്ത്രജ്ഞർക്ക് യോജിക്കാൻ പറ്റാൻ യാക്കോബിന്റെ ലേഖനത്തെക്കുറിച്ച് ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. എന്തോ ഉണ്ട്. അതെ, യാക്കോബ് എല്ലാവരും പ്രവൃത്തിയാലാകുന്നു. പക്ഷെ അതേ സമയത്ത് റോമാലേഖനത്തിൽ പറയുന്നു അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പരിച്ഛേദനയ്ക്ക് മുമ്പാണ്. അതാണ് യാക്കോബ് പറയുന്നത്. അപ്പം യാക്കോബ് അപ്പോസ്തലൻ അബ്രഹാമിന്റെ ജീവിതത്തെ എടുത്തിട്ട് പറയുന്നു അവൻ വിശ്വസിച്ചു, അത് അവൻ തന്നെ പ്രവർത്തിച്ചു, അതവന് നീതിയായ കണക്കിട്ടുന്നത്. പക്ഷെ റോമാലേഖനത്തിൽ പൗലോസ് പഠിപ്പിക്കുന്നു എന്തുവാ? അവൻ വിശ്വസിച്ചു, അത് നീതിയായ കണക്കിട്ടു. പരിച്ഛേദനയ്ക്ക് മുൻപേ അബ്രഹാം എന്ത് ചെയ്തിരിക്കുന്നു? നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് റോമാലേഖനത്തിൽ പറയുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്തു? കോൺട്രഡിക്ഷൻ ആയിട്ട് വരുന്നു. പക്ഷെ അതല്ല ഇത്. യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന കാര്യത്തിലേ ഉള്ളൂ, നീതീകരിക്കപ്പെട്ടവന്റെ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള പ്രവൃത്തി കണ്ടിരിക്കണം. ഇതാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. യാക്കോബ് അപ്പോസ്തലൻ ഒരിക്കലും വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നില്ല. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞ ഒറ്റ ഒരു കാര്യമുള്ളൂ, നീ നീതീകരിക്കപ്പെട്ടെന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തിരിക്കണം? കണ്ടിരിക്കണം. അല്ലാത്തത് നിർജീവമാണ്, ചത്തതാണെന്നാ യാക്കോബ്. അപ്പൊ ഇങ്ങനൊരു ഇത് വന്നപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണത്തെ ശക്തമായി പഠിപ്പിക്കുന്നവർക്ക് ഇതൊരു ചെറിയ ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയുമായിട്ട് എന്ത് ചെയ്തു വന്നു. അതുപോലെ തന്നെ അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയ വേറൊരു പുസ്തകമുണ്ട്. അതേതാണെന്നറിയാമോ? വെളിപ്പാട് പുസ്തകം. ഇന്നും വെളിപ്പാട് പുസ്തകത്തെ ദൈവവിശ്വാസീയമായി തിരുവെഴുത്തായിട്ട് അംഗീകരിക്കാത്ത ചിലരുണ്ട്. കാരണം അതിലത്തെ ഭാഷാശൈലി അത് പുതിയ നിയമത്തിലെ വേറെ ഒരു പുസ്തകങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, പറയാൻ പറ്റുന്ന രീതിയിലല്ല. കാരണം അങ്ങനത്തെ ഒരു ഭാഷാശൈലിയില്ലാതെ. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തെയും ചോദ്യം ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് നോക്കാം ഈ ചോദ്യങ്ങളുടെ എല്ലാം ഇടയിൽ എങ്ങനെയാണ് ഇത് ക്രോഡീകരിക്കപ്പെട്ടത്. എന്തുകൊണ്ട് ഇതിൻ്റെ ആവശ്യം വന്നു? ഏതിൻ്റെ ആവശ്യം? പുതിയ നിയമത്തിൽ ഇത്രയും പുസ്തകങ്ങളെ ഉള്ളൂ എന്ന് പ്രഖ്യാപിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? നമുക്ക് നോക്കാം. ഈ വാക്കുകളൊന്ന് വായിച്ചേ. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിച്ചേ. കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച്
നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ, അതാണ് അടിവരയിടേണ്ടത്. ഞങ്ങൾ എഴുതി എന്നുള്ള ഭാവത്തിലുള്ള ലേഖനത്താലോ, ലേഖനത്താലോ വേഗത്തിലിളകി ഞെട്ടിപ്പോവുകയും വരുത്. ശ്രദ്ധിച്ച്, ഞങ്ങൾ എഴുതി എന്നുള്ള ഭാവത്തിലുള്ള ലേഖനങ്ങൾ. അപ്പൊ ആദിമ സഭയിൽ അപ്പോസ്തലന്മാരുടെ പേര് വെച്ച് തന്നെ ആളുകൾ എന്ത് ചെയ്തിരുന്നു? ലേഖനങ്ങൾ. അത് ഇന്നത്തെ കാലത്തും ഉണ്ട്. നിങ്ങൾക്കൊരു കാര്യം പറയാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ എന്ത് പറയും? സാറ് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നതെന്ന് പറയും. സാറ് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ലേ കാര്യം? ഇല്ലയോ? പറഞ്ഞിട്ടില്ല ആരും? കേട്ടിട്ടില്ല ആരും? അങ്ങനെ എന്തിനാ അങ്ങനെ പറഞ്ഞ് സാറിൻ്റെ പേര് ഉപയോഗിച്ചത് എന്തുവാ? അങ്ങനെയാണെങ്കിൽ പിന്നെ ചോദ്യം ചെയ്യത്തില്ലല്ലോ ആരും. സാറ് ഈ കാര്യം എന്ത് ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ട് പോലുമില്ല. പക്ഷെ ആരുടെ പേര് ഉപയോഗിച്ചു? സാറിൻ്റെ പേര് ഉപയോഗിച്ചു. പാസ്റ്റർ പറഞ്ഞിട്ടാ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നതെന്ന്. ഇത് ആദിമ നൂറ്റാണ്ടിലുണ്ടായിരുന്നു. അപ്പോസ്തലന്മാർ എഴുതി പൗലോസിൻ്റെയും പത്രോസിൻ്റെയും ഒക്കെ പേര് വെച്ച് എന്ത് ചെയ്തു? അവനവനെ പ്രചരിപ്പിക്കാനുള്ള പലതും അവരെന്തോ ചെയ്തു? ജോസഫ് ഇരുന്ന് ചിരിക്കണ്ടല്ലോ, വല്ലപ്പോഴും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. ശ്രദ്ധിച്ചേ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ തന്നെ സഭകൾക്ക് എന്ത് ചെയ്യുക? ഒരു മുന്നറിയിപ്പ് കൊടുക്കുക. നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, ഇങ്ങനെ തെറ്റിപ്പോകരുത്. മൂന്നാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിക്കേ. അത് തന്നെ. അവസാനം പൗലോസ് പറയുക, എല്ലാ ലേഖനങ്ങളിലും എൻ്റെ ഒരു അടയാളം ഉണ്ടായിരിക്കും. തൻ്റെ ഒരു സിഗ്നേച്ചർ, ഇത് തന്നെ ഞാൻ എഴുതിയതാണ് എന്നുള്ളതിൻ്റെ തെളിവായിട്ട്. അപ്പോൾ അല്ലാത്ത ഒത്തിരി പൗലോസ് അപ്പോസ്തലൻ്റെ പേര് പറഞ്ഞ്, പത്രോസിൻ്റെ പേര് പറഞ്ഞ് പല ലേഖനങ്ങൾ അക്കാലത്ത് എഴുതപ്പെട്ടത് കൊണ്ട് സത്യമായതേതെന്ന് എന്ത് ചെയ്യേണ്ടി വന്നു? സഭയിലേക്ക് വെളിപ്പെടുത്തി കൊടുക്കേണ്ടതായിട്ട് വന്നു. ശ്രദ്ധിച്ചാട്ടെ. പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിന് 29-30 വാക്യങ്ങൾ വായിക്കുക. വേറൊരാൾ. പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിന് 29-30. ഞാൻ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ ഒരു വാക്ക് ശ്രദ്ധിച്ചോണം. ആദിമ സഭയിൽ വിശ്വാസികളില്ലായിരുന്നു. ആരെ ഉള്ളായിരുന്നു? പറ, ആരാ ഉള്ളായിരുന്നേ? ശിഷ്യന്മാർ. ഇന്ന് നേരെ തിരിച്ചാ. ഇന്ന് വിശ്വാസികളാ ഉള്ളേ, ശിഷ്യന്മാര് ഇല്ല. അതിനെ ശിഷ്യനും വിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം എന്നാ? ശിഷ്യൻ സദാസമയം ഗുരുവിന്റെ കൂടെ കാണും. ശിഷ്യന്റെ ആഗ്രഹം ഒന്നേ ഉള്ളൂ. എന്തുവാ? ഗുരുവിനെ പോലെ ആയിത്തീരുക. അതാണ്, പഠിക്കാന്നുള്ളതല്ല. ശിഷ്യന്റെ ഏക ആഗ്രഹം എന്നാണെന്നറിയാമോ? എനിക്ക് ഗുരുവിനെ പോലെ ആയിത്തീരണം. വിശ്വാസിയുടെ ആഗ്രഹം എന്തുവാ? ഗുരുവിനെ വിറ്റെനിക്ക് എങ്ങനെ കാശ് ഉണ്ടാക്കാം. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ആദിമസഭയിൽ എന്തില്ല? വിശ്വാസികള് ഇല്ല. ആദിമസഭ മുഴുവനും എന്തുവായിരുന്നു? ശിഷ്യന്മാരായിരുന്നു. കാരണം കർത്താവ് കൊടുത്ത നിയോഗം അതല്ലേ, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല ജാതികളെയും എൻ്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളേ. 2 പാസ്റ്റർമാർ കണ്ട ആദ്യം ചോദിക്കും, നിങ്ങളുടെ പേര് എത്ര വിശ്വാസം ഉണ്ടെന്ന് ചോദിക്കുക അല്ലേ? എത്ര ശിഷ്യനുണ്ടെന്ന് ചോദിക്കാറുണ്ടോ? ശിഷ്യനാരുമില്ല, വിശ്വാസിയുണ്ട് ഒത്തിരി. വിശ്വാസി എന്ന് പറഞ്ഞാൽ വായി തോന്നുന്ന എല്ലാം വിശ്വസിക്കുന്ന വിശ്വാസിയാണ്. പൗലോസ് പറയുന്നു, ഞാൻ പോയ ശേഷം കൊടിയ നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ വന്ന് കടന്ന് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ തന്നെ എഴുന്നേക്കും. അപ്പം വിപരീത ഉപദേശം ഏതാണെന്നും
സത്യോപദേശം ഏതാണെന്നും പഠിപ്പിക്കേണ്ടത്, വേർതിരിച്ച് കാണിക്കേണ്ടത് ആവശ്യമായിട്ട് വന്നു. 2 തിമോഥെയോസ് 2:15 വായിച്ചേ. 2 തിമോഥെയോസ് 2:15 വായിക്കാത്തവരോട് എടുത്ത് വായിക്കണം. ശ്രദ്ധിച്ചേ, അവിടെ ഒരു വാക്ക് ഉപയോഗിച്ചു. വചനത്തെ യഥാർത്ഥമായിട്ടെന്നല്ല അവിടെ പറയുന്നേ, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽപ്പാൻ ശ്രമിക്കും. അവിടെ അടിവരയിടേണ്ട 2-3 വാക്ക്. 1, സത്യവചനം. വചനം പ്രസംഗിച്ചാൽ മാത്രം പോരാ, സത്യവചനമായിരിക്കണം അത്. അതിനെ എന്ത് ചെയ്യണം? യഥാർത്ഥമായിട്ട് പ്രസംഗിക്കണം. നിനക്ക് വായി തോന്നുന്ന എല്ലാം കൂടെ പറയാൻ വേണ്ടിയുള്ള വാക്യങ്ങൾ എടുക്കുകയല്ല വേണ്ടത്, യഥാർത്ഥമായിട്ട് നേരെ പ്രസംഗിക്കണം. 3, ലജ്ജിപ്പാൻ സംഗതിയില്ലാത്തവനായിട്ട് നീ നിൽക്കാൻ ശ്രമിക്കണം. 2 പത്രോസ് 2:1. 2 പത്രോസ് 2:1 വായിക്കാത്ത ഒരാൾ വായിക്കേ. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിലുണ്ടായിരുന്നു. വിശ്വാസികളുടെ ഇടയിലാ. എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഇവരെ? ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങള് വായിക്കാത്ത ഒരാൾ വായിക്കണം. ഗലാത്യർ 1:6-7. ഗലാത്യർ 1:6-7 ആണോ വായിക്കണേ? ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ എത്ര പെട്ടെന്ന് മറ്റൊരു സുവിശേഷത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തു? ചാടിപ്പോയത് എങ്ങനാ? എന്ത് പെട്ടെന്നാ ഇത് മാറിയത് നിങ്ങള്? അപ്പം മറ്റൊരു സുവിശേഷം അവരുടെ ഇടയിൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പ്രചരിച്ചുകൊണ്ട് ഇരുന്നു. വെളിപ്പാട് പുസ്തകം അത് വാസ്തവത്തിൽ സുവിശേഷമല്ല. യെസ്, അത് വാസ്തവത്തിൽ സുവിശേഷമേ അല്ല. പിന്നെന്തുവാ? നിങ്ങളെ മറിച്ച് കളയാനായിട്ട് അവരെ പ്രചരിപ്പിച്ച ഒരു ദൂത് അല്ലെങ്കിൽ ഒരു സന്ദേശം മാത്രമാണ്. സുവിശേഷം എപ്പോഴും ജീവന്റെയും സമൃദ്ധിയുടെയും ദൈവത്തിങ്കിലേക്ക് നടത്തുന്നതാ. സുവിശേഷം എപ്പോഴും പാപത്തിൽ നിന്നൊരു മനുഷ്യനെ എന്ത് ചെയ്യുന്നതാ? അകറ്റുന്നതാ. പക്ഷെ ഇതോ നിങ്ങളെ നശിപ്പിക്കാനായിട്ട് സഹായകരമായി തീർന്നൊരു ദൂതായി പോയത്. 9-ാം വാക്യം വായിച്ചില്ലയോ? 9 ഇവിടെ വായിച്ചതിന്റെ ഞങ്ങൾ മുൻപ് പറഞ്ഞതുപോലെ ഞാൻ ഇനിയും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന്റെ വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കാത്തൊരാൾ വായിച്ചു. വായിക്കാത്തൊരാൾ വായിക്കണേ. സുമവായരെ. എങ്കിലും നിക്കോലോവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ എനിക്ക് നിന്നെ കുറിച്ച് പറയാനുണ്ട്. ആരെ കുറിച്ചാണ് അത് പറയുന്നത്? ഏത് സഭയെ കുറിച്ചാണ് പറയുന്നത്? അതിന്റെ ആരംഭം നോക്ക്. എഫെസോസിൽ സഭ. അപ്പം നിക്കോലോവ്യ ഉപദേശം എന്ത് ചെയ്തു? പതുക്കെ സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി. അപ്പോഴ് 1-ാം നൂറ്റാണ്ട് അവസാനിക്കുന്നതിന് മുൻപ് തന്നെ വ്യാജലേഖനങ്ങള്, വേറൊരു സുവിശേഷം, കള്ളപ്രവാചകന്മാര്, വെളിപ്പാട് പുസ്തകം പറയുന്നുണ്ട്, കള്ള അപ്പോസ്തലന്മാരും കൂടെ പറയുന്നുണ്ട്, പൗലോസ് പറയുന്നുണ്ട്, കള്ള അപ്പോസ്തലന്മാര്, ഇവരെല്ലാം ഇതിനകത്ത് കയറി വന്ന് എന്ത് ചെയ്തു? അവരെ കൊണ്ട് കഴിയുന്ന എല്ലാ കൃഷിയും നടത്തി. ഇപ്പം ഇത് ഏതാ പൗലോസിൻ്റെ ഏതാ പത്രോസിൻ്റെ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായി. എല്ലാത്തിൻ്റെയും പേര് വെച്ചിട്ടുണ്ട്. പൗലോസിൻ്റെ പേരാ ആ ലേഖനത്തിനും വന്നേക്കുന്നത്. അടുത്തത് 14-ാം വാക്യം വായിച്ചോ. വെളിപ്പാട് 2:14. ആ ആ ആ ആ ബാലാക്കിന്റെ ഉപദേശം. എന്തുവായിരുന്നു ബാലാക്കിന്റെ ഉപദേശം? എന്തോ ബാലാക്കിന്റെ ഉപദേശം? ആരാ ബാലാക്ക്?
ബാലാക്കൊരു പ്രവാചകൻ അല്ലേ? ആരായിരുന്നു അദ്ദേഹം? ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ വേണ്ടി എന്ത് ചെയ്തതാ? കാശോട്ട് കൂലിക്ക് വിളിച്ചോണ്ട് വന്നതാ. ഇവൻ എത്ര ശപിക്കാൻ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നില്ല? ശാപം വരുന്നില്ല. അപ്പം ഇനിയിപ്പോൾ ഇവർ നശിക്കാൻ ഒറ്റൊരു മാർഗ്ഗമേ ഉള്ളൂ. എന്തുവാ? പറഞ്ഞു കൊടുത്ത് ഒരു കാര്യം ചെയ്താൽ മതി. എന്ത് ചെയ്യുക? നമ്മുടെ പിള്ളേരൊക്കെ അവരുടെ പെണ്ണുങ്ങളെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ? സ്വയം നശിച്ചോളും. നിങ്ങൾ പതുക്കെ ഇവരെന്ത് ചെയ്യും? അവരിലോട്ട് ചേർന്നോളും. അങ്ങനൊരു ഉപദേശം എന്ത് ചെയ്തെടുത്തു? നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ സമാധാന ചിത്രമല്ലേ, നമ്മൾ വന്നു പാർക്കുന്ന ജനവുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വഴക്കുണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഉപദേശം കൊടുത്തു. അതിനിപ്പോൾ എന്തുവാ? നമുക്ക് അറിഞ്ഞൂടെ സത്യദൈവം ഏതാണ്? ഇതിപ്പോൾ എന്തും അവിടെ കൊണ്ടുവച്ച് കഴിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നാ? വിഗ്രഹാർപ്പിതം തിന്നാൻ, പരസംഗത്തിലേക്ക് ഇടപെടാൻ, ജീവിത വിശുദ്ധി ഇല്ലാതിലേക്ക് അങ്ങനെ പതുക്കെ എന്ത് ചെയ്തെന്നറിയാം? അവനെ ഉപദേശിച്ചു കൊടുത്തു. ആ സഭയോട് പറയുന്നു, നിൻ്റെ ഇടയിലും ആ ടൈപ്പ് ആളുകൾ ഉണ്ട്. അപ്പം ഒന്നാം നൂറ്റാണ്ട് അവസാനിക്കുന്നതിന് മുമ്പേ സഭ എന്തായിട്ട് മാറി? മലീസമമായി മാറി. എങ്ങനെ? ഉപദേശത്തിൽ വിട്ടുവീഴ്ച സംഭവിച്ചു. കള്ളപ്രവാചകന്മാർ ഇതിനകത്ത് കയറി വന്നു. പൗലോസിൻ്റെയും അപ്പോസ്തലന്മാരുടെ പേര് വെച്ച് പല വ്യാജ ലേഖനങ്ങൾ ഇതിലേക്ക് കടന്നു വന്നു. ജീവിതത്തിന് താളം തെറ്റി തുടങ്ങി. അപ്പോൾ ഇതിലേതാ സത്യമായത്? പൗലോസ് ഏതാണ് എഴുതിയത്? പത്രോസ് ഏതാണ് എഴുതിയത്? അപ്പോസ്തലന്മാരാൽ വിരചിതമാക്കപ്പെട്ടത് ഏതെന്ന് പറയേണ്ട, ഇത്രയേ ഉള്ളൂ, അവരെഴുതിയ ലേഖനങ്ങൾ ഇത്രയേ ഉള്ളൂ എന്ന് പ്രതിപാദിക്കേണ്ടി വന്നു. അതായിരുന്നു ഇതിൻ്റെ ദൈവശാസ്ത്രപരമായ കാരണം. ഇനി സഭാപരമായൊരു കാരണമുണ്ട് ഈ പുസ്തകങ്ങളുടെ എണ്ണം നിജപ്പെടുത്താനായിട്ട്. കാരണം സഭ പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? മറ്റ് പല 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 രാജ്യങ്ങളിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങി. യഹൂദ വിട്ടു, യെരുശലേം കഴിഞ്ഞ് യഹൂദ്യാദേശത്തായി, ശമരിയയിലേക്ക് മാറി, പതുക്കെ ജാതികളുടെ ഇടയിലേക്ക് സഭ വളരാൻ തുടങ്ങിയപ്പോൾ അവരോട് പറയേണ്ടിയും വന്നു, ആകെ അപ്പോസ്തലന്മാർ എഴുതിയത് ഇത്രയും പുസ്തകങ്ങളേ ഉള്ളൂ എന്ന് പറയേണ്ടി വന്നു. അപ്പോൾ സഭയുടെ വളർച്ച, പുസ്തകങ്ങളുടെ എണ്ണം നിജപ്പെടുത്തേണ്ടത് അനിവാര്യമായി വന്നു. ദൈവശാസ്ത്രപരമായ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ദുരുപദേശങ്ങളുടെ അതിപ്രസരവും കടന്നാക്രമണവും വ്യാജ ലേഖനങ്ങളും സത്യമായത് ഏതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് പറയേണ്ടി വന്നു. മൂന്നാമത്തത് രാഷ്ട്രീയമാണ്. ശക്തമായിരിക്കുന്ന പീഡനങ്ങൾ സഭയ്ക്ക് വന്നു. എവിടുന്ന്? പൊളിറ്റിക്കൽ പെർസിക്യൂഷൻ. രാഷ്ട്രീയമായിട്ട് ബൈബിളിൻ്റെ കിട്ടാവുന്ന കോപ്പികൾ മുഴുവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ആളുകൾ നശിപ്പിക്കാൻ തുടങ്ങി. അപ്പം സംരക്ഷിക്കേണ്ടത് ഏതൊക്കെയാണെന്ന് എന്ത് ചെയ്യേണ്ടി വന്നു? ദൈവസഭയെ പഠിപ്പിക്കുകയും അറിയിക്കുകയും ചെയ്യേണ്ടി വന്നു. അപ്പോൾ പ്രധാനമായിട്ട് ഈ 3 കാരണങ്ങളാണ് പുതിയ നിയമ കാനോൻ നിശ്ചയിക്കുന്നതിൽ നിശ്ചയിക്കേണ്ടി വന്നതിൻ്റെ കാരണം. പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ ഇത്രയോ ഉള്ളൂ എന്ന് ആധികാരികമായി പറയേണ്ടി വന്നത് ഈ 3 കാരണങ്ങളാലാണ്. ഒന്ന്, സഭാപരം. അതെന്തുവാ? സഭയുടെ വളർച്ച. എവിടുന്ന് മാറി? യെരുശലേമിൽ മാത്രം ഒരുങ്ങി നിന്ന സഭ പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? യഹൂദ്യയിലേക്ക്, ശമരിയയിലേക്ക്, ജാതികളുടെ ഇടയിലേക്ക് വളരാൻ തുടങ്ങി. അപ്പോൾ ഇതേതാണെന്ന് വെളിപ്പെടുത്തേണ്ടി വന്നു. 2, ദൈവശാസ്ത്രപരമായത്. ദുരുപദേശങ്ങളും വ്യാജ ലേഖനങ്ങളും സഭയിൽ പ്രചരിക്കാൻ തുടങ്ങിയപ്പോൾ സത്യമായത് ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടി വന്നു. 3, രാഷ്ട്രീയമായത്. അതിശക്തമായ പീഡനത്തിലൂടെ സഭ കടന്നുപോയി. തിരുവെഴുത്തുകളുടെ പ്രതികളെല്ലാം നശിപ്പിക്കപ്പെട്ടപ്പോൾ പരിപാലിക്കപ്പെടേണ്ടത്, സംരക്ഷിക്കപ്പെടേണ്ടത് ഇതാണെന്നുള്ളത് വെളിപ്പെടുത്തേണ്ടി വന്നു. ഈ 3 കാരണങ്ങളാണ് പുതിയ നിയമ കാനോൻ പ്രഖ്യാപിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച 3 കാരണങ്ങൾ. ഇന്നും അതങ്ങനെയൊക്കെ തന്നെ.
വളരും തോറും എന്ത് ചെയ്യാൻ പോകുന്നു? പതുക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും? ഡൈല്യൂട്ട് ചെയ്യപ്പെടും. കർക്കശം പാലിക്കാൻ പറ്റാതെ വരും ആളുകൾക്ക്. അത് തന്നെയാണ് ആദിമസഭയ്ക്കുണ്ടായത്. അപ്പം ഒരു തീരുമാനമെടുത്തു, ഇറ്റ്സ് ഹൈ ടൈം, സമയം കൂടിയിരിക്കുന്നു, ദൈവാത്മപ്രേരിതമായ തിരുവെഴുത്തുകൾ ഏതെന്ന് നമുക്ക് പ്രസ്താവിക്കേണ്ടതും. പുതിയ നിയമത്തിൽ എത്ര പുസ്തകങ്ങളുണ്ടെന്ന്, കാരണം പൗലോസിൻ്റെ പേരിൽ തന്നെ എത്ര ലേഖനങ്ങളാണ് വന്നതെന്ന് അറിയാമോ? പത്രോസിൻ്റെ പേരെഴുതി എത്ര ലേഖനങ്ങൾ വന്നതെന്ന് അറിയാമോ? പറഞ്ഞു, ഇല്ല, നമ്മളിതിനൊരു തീർപ്പ് കൽപ്പിച്ചേ പറ്റത്തുള്ളൂ, ഇത്രയും പുസ്തകങ്ങൾ മാത്രമേ ദൈവവിശ്വാസ്യമായ തിരുവെഴുത്തായിട്ട് ഉള്ളൂ എന്ന് സഭാ നേതൃത്വം തീരുമാനിച്ചു. അതാണ് പുതിയ കാനോൻ രൂപീകരണത്തിൻ്റെ പശ്ചാത്തലം. അതോടുകൂടി അത് കഴിഞ്ഞാണ് നമ്മൾ ആ അധ്യായം തീർന്നു. അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അടുത്ത അധ്യായം എന്ന് പറയുന്നത് ദൈവശ്വാസ്യത എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ പുസ്തകങ്ങളൊക്കെ ഈ പുസ്തകങ്ങളൊക്കെ ദൈവശ്വാസ്യമാണ് എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ പുസ്തകത്തിൻ്റെ ഏക പ്രത്യേകത എന്നുള്ളത് പൗലോസ് എഴുതി, പത്രോസ് എഴുതി, മോശ എഴുതി എന്നുള്ളതൊന്നുമല്ല. അതൊന്നുമല്ല. ഈ പുസ്തകത്തിൻ്റെ ഏക പ്രത്യേകത ഇവ ദൈവശ്വാസ്യമാണ് എന്നുള്ളതാണ്. ദ ഇൻസ്പയർഡ് വേർഡ് ഓഫ് ഗാഡ്, ദൈവശ്വാസ്യം. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്നൊക്കെയാണ് ഇനി അടുത്ത ആഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ആഴ്ചത്തെ അവസാനത്തെ ക്ലാസ്സിൽ നിന്ന് അടുത്ത ആഴ്ച പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ന്യായമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച ഒരു പരീക്ഷയ്ക്ക് ഒരുങ്ങാമല്ലോ അല്ലേ? അടുത്ത ആഴ്ചയിലത്തെ പരീക്ഷ അടുത്ത ബുധനാഴ്ച ആയിരിക്കും. തിങ്കളും ചൊവ്വയും ഒന്നും നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. 3-6 ദിവസം ഞാൻ തരുന്നുണ്ട് അല്ലേ? അടുത്ത ബുധനാഴ്ച, അല്ല ബുധനക്ക് ബുധൻ 8 ശരിക്ക് അല്ലേ? അപ്പോൾ പഠിക്കാൻ സമയമുണ്ട്. ചോദ്യങ്ങളൊക്കെ ഏതായിരിക്കുമെന്ന് നിങ്ങൾ തിന്നു കഴിഞ്ഞു. അവസാനത്തെ പേജ് നിങ്ങൾക്ക് തിങ്കളാഴ്ച കിട്ടും. അപ്പോൾ ആ 3 പോയിന്റ് നിങ്ങൾക്ക് തിങ്കളാഴ്ച എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.